खुशी പൊങ്കി ഹദീജ ബിസു ബർക്കത്തിലെ റാണി അരികത്തിലെ ത്വഹ തരിച്ചിടല്ലേ ഹിമമായ കഥകളി മാനം തന്നിലെ ഓർത്തുരസിത്തിടല്ലേ ഇന്ന് അരികത്താലേ അരികിൽ വന്നൊരു ബദ്രണിയാണോ അരികിൽ പൂത്തൊരു നജപുണിയാണോ അതിർപ്പ് കനിയോ മുഞ്ചിതലാണോ പാടുക ഇല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും പാട്ടുകാരാണ്, എല്ലാവരും ബാത്റൂം സിംഗേഴ്സ് ആണ്. പക്ഷേ 4 പേരുടെ മുമ്പിൽ ധൈര്യമായിട്ട് പാടാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒന്നല്ല. ആ ഒരു അവസരത്തിൽ അഷ്ടപതി സംഗീതം, കഥകളി സംഗീതം, പറഞ്ഞിട്ട് ഒപ്പനപ്പാട്ടിനെ പോലെ കീഴടക്കിയ ഒരു മിടുക്കി കുട്ടിയാണ് നമ്മളുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ആളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അവളുടെ പേരെന്താണ്? ശ്രീനന്ദ. എവിടുന്ന് വരുന്നു? കോട്ടയം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 10ാം ക്ലാസ്സിൽ. സ്കൂളിന്റെ പേര് കൂടി പറഞ്ഞോ. കുമാരനല്ലൂർ ദേവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ആദ്യമായിട്ടാണോ സംസ്ഥാന കലോത്സവത്തിൽ വരുന്നത്? അല്ലല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അപ്പോൾ A ഗ്രേഡ് നേടിക്കൊണ്ടാണ് പോയത്? അതെ അതെ, ഒപ്പനയ്ക്കും അഷ്ടപതിക്കും A ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ വട്ടം കഥകളി സംഗീതം ആദ്യമായിട്ടാണോ ട്രൈ ചെയ്തത്? ഞാൻ പഠിച്ചിട്ടില്ല, ഇപ്പം കലോത്സവത്തിന് വേണ്ടി തന്നെ പഠിച്ചതാണ് കഥകളി സംഗീതം. അപ്പോൾ പഠിക്കാത്ത ഒന്നിന് ട്രൈ ചെയ്തപ്പോൾ ഫസ്റ്റ് കിട്ടി. ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ 3നും A ഗ്രേഡ് കിട്ടി. അങ്ങനെ ഒരുമിച്ച് സംസ്ഥാന കലോത്സവത്തിൽ വന്നിട്ട് ഒന്നിൽ കൂടുതൽ എണ്ണത്തിന് A ഗ്രേഡ് വാങ്ങി പോവാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരവസരത്തിൽ എന്താണ് തോന്നുന്നത്? ഇല്ല, എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനൊക്കെ സപ്പോർട്ട് വേണമല്ലോ എല്ലാവരുടെയും. അപ്പം ഫാമിലി ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പം ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഇത്രയും വലിയ വേദിയൊക്കെ പോയി പാടുക, എല്ലാം അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം. എല്ലാവരോടും നന്ദി പറയുന്നു, അത്രയും സന്തോഷം. ഇനി 2 വർഷവും കൂടെ സ്കൂൾ ലൈഫിൽ മുൻപിലുണ്ട്. HSS വിഭാഗത്തിൽ അടുത്ത വർഷം മത്സരിക്കാൻ പോവുകയാണ്. ആ വട്ടവും സംസ്ഥാന കലോത്സവം ഞാൻ കീഴടക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പഠിക്കണം, ഇനി കുറച്ചുകൂടി കഥകളി സംഗീതം പറ്റുവാണെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അങ്ങനെ പഠിച്ച് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ കൊല്ലത്ത് വന്നിട്ട്? കൊല്ലം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കൊല്ലം അടിപൊളി, എല്ലാം നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. മൊത്തം കലോത്സവമൊക്കെ അടിപൊളിയായി. കഴിഞ്ഞ വട്ടത്തെ കോഴിക്കോട് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ നിന്നും വേറിട്ടതായിട്ട് കൊല്ലത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റിയോ? അങ്ങനെ ചോദിച്ചാൽ ആൾക്കാർ എല്ലാ ദിവസവും ഒന്നും അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കും 2 ദിവസം അവിടെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും നല്ല ജനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യാസം. അന്ന് ഒരു ദിവസം മാത്രമേ നല്ല ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും വന്നാലും ഇപ്പോൾ ഇവിടെ ഇത്രയും തിങ്ങി നിറഞ്ഞ ജനങ്ങളാണ്. അതൊക്കെ സന്തോഷം. അപ്പം നമുക്ക് വേണ്ടിയിട്ട് മറ്റേ ഒപ്പനപ്പാട്ടിൽ കുറച്ച് പേര് എല്ലാവർക്കും ഊർജ്ജം പകരുന്ന ഒന്നാണ് ഈ ഒപ്പനപ്പാട്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് താൻ നോക്കുമ്പോൾ ഒരു ഒപ്പനപ്പാട്ട് താൻ പാടിക്കഴിഞ്ഞാൽ അതെപ്പോഴും വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തായാലും കാണികൾക്ക് മനസ്സിലാവും. സോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒപ്പനപ്പാട്ടിലെ 4 പേര് ഒന്ന് പാടാവോ? खुशी പൊങ്കി ഹദീജ ബിസു ബർക്കത്തിലെ റാണി അരികത്തിലെ ത്വഹ തരിച്ചിടല്ലേ ഹിമമായ കഥകളി മാനം തന്നിലെ ഓർത്തുരസിത്തിടല്ലേ ഇന്ന് അരികത്താലേ അരികിൽ വന്നൊരു ബദ്രണിയാണോ അരികിൽ പൂത്തൊരു നജപുണിയാണോ അതിർപ്പ് കനിയോ മുഞ്ചിതലാണോ ഇതിൽ നീണയായി ഫിർദൗസിലെ യാഗം വിളിച്ചാമല്ലേ സുഖം പരന്നതല്ലേ ഇതിഹാസ ചരിതങ്ങളാണല്ലോ സംഭവം അഴകാണല്ലോ കേളാൻ സുഖമാണല്ലോ സുഖമെത്തി സുമുഖിയ ബീവി ഹദീജത്തിൽ സുബ്ഹാന്റെ സുബർഗത്തിലേറുന്നേ സുറൂറിന്റെ പട്ടുടുത്ത നാളിൽ നീ അമത്ത സുരൂറാണി മംഗലത്തിലേശുന്നേ ഏഷിടും മർഹബ സഭയെങ്കും ഇരുത്തി ഏറിടും വർഗത്തിലായി ഗുണമിന്നു ചുരത്തിടും ഹസനത്തും നീ അമത്തം പാടത്തി ഉത്തരമായത് മംഗളരാവത്തി സഭ എങ്കും അത്ര പൂമണമെന്നിത പരത്തി ആഘോഷമായി ആരവങ്ങൾ മുഷുന്തുന്നു ആയിരങ്ങൾ നിരക്കുന്നു ആ സുഖമെത്തി സുമുഖിയ ബീവി ഹദീജത്തി സുബ്ഹാന്റെ സുബർഗത്തിലേറുന്നേ സുറൂറിന്റെ പട്ടുടുത്ത നാളിൽ നീ അമത്ത സുരൂറാണി മംഗലത്തിലേശുന്നേ പാട്ടായാലും അതിന് ഏതൊരു ശൈലി ആയാലും, ഇനി മാപ്പിളപ്പാട്ടാവട്ടെ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമാവട്ടെ, ഇനി എന്ത് തന്നെ ആയാലും ജാതിമത ഭേദമന്യേ ഞാൻ എല്ലാത്തിനെയും ഒരുപോലെ എൻ്റെ ശബ്ദത്തിൽ കൈയടക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. ഇനിയും ഇവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.